നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. 3 തവണയും BJP അധികാരത്തിലെത്താതിരിക്കാൻ പാലക്കാട് നഗരസഭയിൽ മതേതര നീക്കം ആരംഭിച്ച് CPM-ഉം കോൺഗ്രസും. തുടർഭരണം അഭിമാന പ്രശ്നമായതോടെ എന്ത് വില കൊടുത്തും അധികാരത്തിൽ എത്താൻ NDA. CPM കേന്ദ്രങ്ങളിൽ BJP വളർച്ച. പാലക്കാട് ജില്ലയിൽ 2 പഞ്ചായത്തുകളുടെ ഭരണമുറപ്പിച്ച BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കത്തിൽ പാലക്കാട് ജില്ലയിൽ CPM-ന് നഷ്ടമായ 5 പഞ്ചായത്തുകൾ. BJP സ്വാധീനം ഉറപ്പിച്ചതും പുത്തൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്തതും CPM-ന് കനത്ത തിരിച്ചടി. തൃശൂരിൽ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയറെ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മറ്റു ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടാകില്ലെന്നും ജോസഫ് ടാജറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ പരാജയപ്പെട്ട CPM സ്ഥാനാർത്ഥി BJP-യുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് CPM-ന് പ്രഹരം. വാരണാസിയിൽ കോൺഗ്രസ് പ്രവർത്തകനും INDC അംഗവുമായ 2 പേർ പാർട്ടി വിട്ട് BJP-യിൽ. പാർട്ടി വിട്ടവർക്ക് സ്വീകരണമൊരുക്കി BJP. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പാർട്ടി വിട്ടവരെ INDC അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് വാരണാസി മണ്ഡലം പ്രസിഡന്റ് P. രൂപേഷ്. അംഗങ്ങളെ പുറത്താക്കിയത് DCC പ്രസിഡന്റെയും INDC ജില്ലാ പ്രസിഡന്റെയും അനുമതിയോടെയെന്നും രൂപേഷ്. പറപ്പൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിലായത് പറപ്പൂർ സ്വദേശികളായ രോഹിത് എന്ന 23 വയസ്സുള്ള കുട്ടനും പോപ്പി എന്നറിയപ്പെടുന്ന 36 വയസ്സുള്ള ബിബിനും. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി ബാബുവിനെയാണ് ഞായറാഴ്ച രാവിലെ മണലി പാലത്തിന് താഴെ മരിച്ച നിലയിൽ കാണാനായത്. ദേശമംഗലം പറവട്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രാനൈറ്റ് ക്വാറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഇടുക്കി കഞ്ഞിക്കുഴി മൂത്ത വീട്ടിൽ 74 വയസ്സുള്ള ശശിമാധവൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 3-ാം തവണയും BJP അധികാരത്തിലെത്താതിരിക്കാൻ പാലക്കാട് നഗരസഭയിൽ മതേതര നീക്കമാരംഭിച്ച് CPM-ഉം കോൺഗ്രസും. തുടർഭരണം അഭിമാന പ്രശ്നമായതോടെ എന്ത് വില കൊടുത്തും അധികാരത്തിലെത്താൻ BJP. ഭരണ പ്രതിസന്ധി 27 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഒരു കക്ഷിക്കും സാധിക്കാത്ത സാഹചര്യത്തിൽ 53 അംഗ നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 27 സീറ്റ് ഒരു കക്ഷിക്കും ലഭിക്കാത്തതാണ് നഗരസഭയിൽ ഭരണ പ്രതിസന്ധിയുണ്ടാക്കിയത്. 20 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയെങ്കിലും CPM UDF അംഗങ്ങൾ ഒന്നിച്ചാൽ ഭരണപ്രതിസന്ധിക്കിടയാക്കും. BJP ഭരണത്തിലേറുന്നതിനാൽ കോൺഗ്രസും CPM ഒന്നിക്കുന്നത് മാസങ്ങൾക്കകം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക UDF-നും LDF നേതൃത്വങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. BJP 25, UDF 19, LDF 9, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില. 48-ാം വാർഡ് പള്ളിപ്പുറത്തു നിന്നും കോൺഗ്രസ് വിവിധനായി മത്സരിച്ച് വിജയിച്ച H. റഷീദിനെ മുൻനിർത്തി ഇന്ത്യ സഖ്യ സാധ്യതയാണ് ഇരു മുന്നണികളും ആരായുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM കേന്ദ്രങ്ങളിൽ BJP വളർച്ച. പാലക്കാട് ജില്ലയിൽ ആദ്യമായി 2 പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ച BJP. മണ്ണാർക്കാട് മേഖലയിലെ പുതൂർ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 9 വിജയിച്ചാണ് BJP അധികാരമുറപ്പിച്ചത്. ഇവിടെ CPM-ന് ഒരു മെമ്പർ പോലുമില്ലാത്തത് നാണക്കേടായി. CPM കോട്ട എന്നറിയപ്പെടുന്ന മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അകത്തിത്തറ പഞ്ചായത്തിൽ 19 വാർഡുകളിൽ 10 സീറ്റ് നേടിയാണ് BJP ഭരണം പിടിച്ചത്. 35 വർഷത്തെ LDF ഭരണമാണ് BJP അകത്തിത്തറയിൽ ഇല്ലാതാക്കിയത്. LDF 8, UDF 1 എന്നിങ്ങനെയാണ് മറ്റ് കക്ഷിനില. 2 പഞ്ചായത്തുകൾ പിടിച്ചതിന് പുറമെ ചില തദ്ദേശ സ്ഥാപനങ്ങളിലും BJP നിർണായകമായി. ജില്ലയിൽ കമ്മ്യൂണിസത്തിന്റെ പ്രഭാതം വിരിയിച്ച ഷൊർണൂർ നഗരസഭയിൽ BJP പ്രതിപക്ഷത്തിലേക്ക് ഉയർന്നത് CPM-ന് ഞെട്ടലുണ്ടാക്കി. പറളി പഞ്ചായത്തിൽ BJP-യും CPM-ഉം 8 വീതം സീറ്റ് നേടിയതോടെ ഭരണം ആർക്കെന്ന് കണ്ടറിയേണ്ട സ്ഥിതിയായി. തരൂർ, കൊടുവായൂർ, കൊല്ലങ്കോട്, വാണിയംകുളം തുടങ്ങിയ പഞ്ചായത്തുകളിലും BJP നിർണായക ശക്തിയായി. 2020-ൽ 160 അംഗങ്ങളുണ്ടായിരുന്ന BJP-ക്ക് 2025-ൽ 200 അംഗങ്ങളാക്കി ഉയർത്താൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കത്തിൽ പാലക്കാട് ജില്ലയിൽ CPM-ന് നഷ്ടമായത് 5 പഞ്ചായത്തുകൾ. CPM കേന്ദ്രങ്ങളിൽ BJP സ്വാധീനം ഉറപ്പിച്ചതും പുത്തൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്തതും CPM-ന് കനത്ത തിരിച്ചടിയായി. മണ്ണാർക്കാട്, കൊഴിഞ്ഞാമ്പാറ, വടക്കഞ്ചേരി, അമ്പലപ്പാറ മേഖലകളിലാണ് CPM-നെതിരെ വിമത തദ്ദേശ പോരിനിറങ്ങിയത്. അമ്പലപ്പാറയിൽ വിമതർ നിർണായകമായില്ലെങ്കിലും പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. വടക്കഞ്ചേരിയിൽ വിമതരായി കിഴക്കഞ്ചേരിയിൽ മത്സരിച്ച മുൻ ഏരിയ സെക്രട്ടറി ബാലനും വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി ഗംഗാധരനും പരാജയപ്പെട്ടെങ്കിലും വടക്കഞ്ചേരിയിലെ 18-ാം വാർഡിൽ മത്സരിച്ച CPM വിമതൻ C. പ്രസാദ് വിജയിച്ചു. വടക്കഞ്ചേരി മേഖലയിലെ വിമത നീക്കവും ഏശിയില്ലെങ്കിലും കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട് മേഖലകളിൽ 5 പഞ്ചായത്തുകളുടെ ഭരണമാണ് പാർട്ടിക്ക് നഷ്ടമായത്. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന P. ശശിയുമായി അടുത്തു നിൽക്കുന്നവരുടെ നീക്കത്തിൽ കരിമ്പ, കാരക്കുറിശി, തച്ചമ്പാറ പഞ്ചായത്തുകളും ജില്ലാ സെക്രട്ടറി EN. സുരേഷ് ബാബുവിനോട് ഇടഞ്ഞ് കൊഴിഞ്ഞാമ്പാറയിൽ വെല്ലുവിളി ഉയർത്തിയ വിമതർ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ 10 വർഷം നീണ്ട CPM ഭരണം അവസാനിപ്പിച്ചു. കിഴക്കൻ മേഖലയിലും വടകരപ്പതിയിലും CPM-നെ കൈവിട്ടു. വിമത നീക്കം തടയാനായി
സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. CPM ജില്ലാ സെക്രട്ടറി ഏകാധിപതിയാണെന്ന് ആരോപിച്ചാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റി കീഴിലെ കൊഴിഞ്ഞാമ്പാറയിൽ വിമതർ രംഗത്ത് വന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും CPM-നും നിന്ന പാലക്കാട് ജില്ലയിൽ പാർട്ടിയിൽ അടിയൊഴുക്ക് ശക്തമായതോടെ പാർട്ടി നടപടികൾ പുനർചിന്തനയ്ക്ക് വിധേയമാക്കാൻ പാർട്ടി തയ്യാറാകും. മണ്ണാർക്കാട്, ചിറ്റൂർ, വടക്കഞ്ചേരി, അമ്പലപ്പാറ മേഖലകളിൽ നാം വിട്ട വിമത നീക്കങ്ങൾ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ പാർട്ടി സ്വീകരിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട CPM സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് CPM-ന് പ്രഹരമായി. മണ്ണാർക്കാട് നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഞ്ജു സന്ദീപാണ് CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് വിജയാഹ്ലാദ റാലിയിൽ പങ്കെടുത്തത്. മണ്ണാർക്കാട് നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഞ്ജു സന്ദീപാണ് CPM കേന്ദ്രങ്ങളെ ഞെട്ടിക്കുകയും രാഷ്ട്രീയ കേരളത്തിൽ കൗതുകവുമായത്. സംഭവം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ CPM BJP ബാന്ധവ തെളിവായി UDF ഏറ്റെടുക്കുകയും ചെയ്തു. മണ്ണാർക്കാട് നമ്പിയമ്പടി 24-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച PS അഞ്ജു സന്ദീപാണ് പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് BJP സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിൽ ചുവടുകൾ വെച്ച് ശ്രദ്ധ നേടിയത്. വോട്ടെണ്ണലിൽ പരാജയമുറപ്പായതോടെയാണ് കാരാകുറിശി പഞ്ചായത്തിൽ 6-ാം വാർഡിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ അഞ്ജു സന്ദീപ് പങ്കെടുത്തത്. വിജയപ്രതീക്ഷ ഉണ്ടായിട്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ പാർട്ടി നേതൃത്വമുള്ള അതിർത്തിയെ തുടർന്നാണ് അഞ്ജു സന്ദീപ് ചൂടുമാറ്റം നടത്തിയത്. മണ്ണാർക്കാട് മേഖലയിലെ വിമതർ സൃഷ്ടിച്ച തലവേദന കൂടാതെ പാർട്ടി സ്ഥാനാർത്ഥി എതിരാളിയുടെ വിജയാഹ്ലാദത്തിൽ ആനന്ദ നടനമാടിയതും CPM-ന് പ്രഹരമായി. എതിരാളിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്ത് നാണക്കേട് ക്ഷണിച്ച് വരുത്തിയ അഞ്ജുവിനെ CPM തള്ളുമോ കൊള്ളുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയറെ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മറ്റു ഘടകങ്ങളുടെ ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാകില്ലെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ജില്ലയിൽ ആകമാനം വൻ വിജയം നേടാനായെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. തീർച്ചയായും മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ളതൊക്കെ പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. അതിലൊരു നിലയ്ക്കും ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അത് തീർത്തും പറയാം. പൂർണ്ണമായി പാർലമെന്ററി പാർട്ടിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും. എന്നത്തേക്കാണ് പാർലമെന്ററി പാർട്ടി ചേരുക? അതിപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് താഴെ തട്ടിൽ അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ഒരു തീരുമാനത്തിന് ഈ ജില്ലയിലെ മുഴുവൻ സീനിയർ നേതൃത്വം അതിന് കൂട്ടുനിന്നു. അതെനിക്ക് വളരെയധികം ശക്തി പകർന്നു. അതിലൊരു മാറ്റവും വരുത്താതെ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവർ വോട്ടർമാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിജയം ഞങ്ങൾക്ക് ലഭിച്ചത്. വാരണാസിയിൽ കോൺഗ്രസ് പ്രവർത്തനം INDC അംഗവുമായ സുന്ദരബാബു, INDC അംഗം സുനിൽ എന്നിവർ പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേർന്നു. ഞായറാഴ്ച വാരണാകുറിശ്ശിയിൽ നടന്ന സ്വീകരണ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് P. വേണുഗോപാൽ പറഞ്ഞു. വാരണാകുറിശ്ശിയിൽ കോൺഗ്രസ് പ്രവർത്തകനും INDC-യിൽ അംഗവുമായിരുന്ന സുന്ദരബാബു, സുനിൽ എന്നിവരാണ് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഞായറാഴ്ച വാരണാകുറിശ്ശിയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഇരുവരെയും ഷാളണിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സ്വീകരണ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് P. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നമ്മൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെയും മറ്റ് ചെയ്തികളെ എതിർക്കുമ്പോഴും ഒരു കാലത്ത് മഹാത്മാഗാന്ധിജിയൊക്കെ നേതൃത്വം കൊടുത്ത, സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം കൊടുത്ത ആ കോൺഗ്രസ് എത്രയോ മാറിക്കൊണ്ട് നിമിത്തം ബഹുകൃത വേഷം എന്നുള്ള പോലെ നേതാക്കന്മാർ അവരുടെ കാര്യത്തിന് താഴെത്തുള്ള നേതാക്കന്മാർ പണം പറ്റിക്കൊണ്ട് ആ പാർട്ടിയെ വഞ്ചിക്കുമ്പോൾ ഈ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരന് ആ കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഈ സുന്ദരബാബുവും സുനിലും ഇന്ന് ഈ പാർട്ടിയിലേക്ക് വന്നത്.
യോഗത്തിൽ BJP പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, KV രാജേഷ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മറ്റു BJP പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. സുന്ദരബാബു, സുനിൽ എന്നിവർ BMS യൂണിയനിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി BJP പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകനും INTUC തൊഴിലാളിയുമായ സുന്ദരബാബുവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി വാരണാസിയിലെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് പറഞ്ഞു. സുന്ദരബാബുവിൻ്റെ ഭാര്യ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വാരണാസി ഡിവിഷനിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റതിൻ്റെ പേരിൽ പാർട്ടി സ്ഥാനം രാജിവെച്ച അദ്ദേഹം INTUC ഷെഡിൽ BJPയുടെ കൊടി സ്ഥാപിക്കുകയും എന്നാൽ അത് അഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വഴങ്ങാതാവുകയാണ് ഉണ്ടായതെന്നും P. രൂപേഷ് പറഞ്ഞു. വിവരം DCC പ്രസിഡന്റെയും INTUC ജില്ലാ പ്രസിഡന്റെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സുന്ദരബാബുവിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതെന്നും P. രൂപേഷ് പറഞ്ഞു. ഇന്നലെ രാത്രി അദ്ദേഹം INTUC കാലങ്ങളായി വഹിച്ചിരുന്ന ഷെഡിൽ BJPയുടെ കൊടി കെട്ടുകയും ആ കൊടി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടും അത് അഴിക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ പരമാവധി തവണ പാർട്ടിയുടെ ഉന്നതതലത്തിലുള്ള നേതാക്കളെല്ലാവരും സുന്ദരബാബുവുമായി ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും കീഴടങ്ങില്ല. പിന്നെ ഫോണിലൂടെ നിരന്തരം അനാവശ്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് DCC പ്രസിഡന്റിനോട് സംസാരിക്കുകയും INTUCയുടെ ജില്ലാ പ്രസിഡന്റായ SK അനന്തകൃഷ്ണനോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി വിരുദ്ധ നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ DCC പ്രസിഡന്റിൻ്റെയും INTUCയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെയും അനുമതിയോടുകൂടി സുന്ദരബാബുവിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും INTUCയുടെ തൊഴിലാളി എന്ന നിലയിലും പുറത്താക്കിയതായി ഇതിനാൽ അറിയിക്കുകയാണ്. മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി, A. ശ്രീനിവാസൻ, VK സൈതലവി, M. നിസാർ, S. നന്ദകുമാർ, A. അജു, PK റഫീഖ്, N. അഭിലാഷ്, T. അജീഷ് എന്നിവരും രൂപേഷിനൊപ്പം ഉണ്ടായിരുന്നു. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. കൊലയ്ക്ക് കാരണം കൊല്ലപ്പെട്ട അഖിൽ കൊലക്കുറ്റം നടത്തിയ രോഹിത്തിൻ്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ റിമാൻഡിലായത് രോഹിത് എന്ന 23 വയസ്സുള്ള കുട്ടനും പോപ്പി എന്നറിയപ്പെടുന്ന 36 വയസ്സുള്ള വിപിനും. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. രോഹിത്തിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്. രോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വീടി വലിച്ച ഒരു കേസിൽ പ്രതിയാണ്. വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസിലും പൊതുസ്ഥലത്ത് പണം പന്തയം വെച്ച് ചീട്ടുകളിച്ച കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SI മാരായ പ്രദീപ്, പാട്രിക് PV, വിഷ്ണു, GSI മാരായ അനന്തകുമാർ, പ്രസന്നൻ, ഡ്രൈവർ ASI ആൻഡോ, CPO ദീപക്, CPO യദു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലി പാലത്തിനു താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത്. യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി. പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിനു സമീപമുള്ള ഭാഗത്ത് ബാബുവിൻ്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് പാലത്തിനു സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ബാബുവിൻ്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം വറവട്ടൂരിൽ പ്രവർത്തിക്കുന്ന TMH ഗ്രാനൈറ്റ് ക്വാറിയിൽ സെക്യൂരിറ്റിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി കഞ്ഞിക്കുഴി മൂത്തവീട്ടിൽ 74 വയസ്സുള്ള ശശി മാധവനെയാണ് ഞായറാഴ്ച രാവിലെ റൂമിൽ മരിച്ച നിലയിൽ കാണാനായത്. ക്വാറിയിലേക്ക് കല്ലെടുക്കാൻ വന്ന ലോറി ഡ്രൈവർമാർ ഗേറ്റ് തുറക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ കട്ടിലിൽ ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നത് കാണപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. NDAയും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വിജയങ്ങൾ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആവർത്തിക്കുമോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. പതിനാല് ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് UDF നടത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു UDF തരംഗം എന്ന് തന്നെ ഇനി വിശേഷിപ്പിക്കാം.
നിലവിൽ സർക്കാരിനെതിരെയുള്ള വികാരം ആണ് ജനങ്ങൾ വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മിന്നും പ്രകടനം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനകത്ത് സാധ്യമാകണമെങ്കിൽ UDFലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. മാത്രമല്ല UDFനകത്തുള്ള കെട്ടുറപ്പ് ശക്തമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ആ കെട്ടുറപ്പ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മിന്നും പ്രകടനം UDFന് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നമ്മളോട് പറയുന്നത് വർഗീയ ധ്രുവീകരണ പ്രസ്താവനകൾ നടത്തുന്നവരെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങളെ കേരളത്തിൻ്റെ പ്രബുദ്ധ ജനത തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് UDFൻ്റെ ഈ കുതിച്ചുചാട്ടം. തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റ് ശക്തികളുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമിടേണ്ട അധിക ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇനിയെങ്കിലും ഒരു പുനർചിന്തനത്തിന് തയ്യാറായില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റ് ശക്തികൾ ഏതാനും സീറ്റുകൾ കേരളത്തിൽ നേടാൻ സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 തവണയും BJP അധികാരത്തിലെത്താതിരിക്കാൻ പാലക്കാട് നഗരസഭയിൽ മതേതര നീക്കം ആരംഭിച്ച CPMും കോൺഗ്രസും. തുടർഭരണം അഭിമാന പ്രശ്നമായതോടെ എന്ത് വില കൊടുത്തും അധികാരത്തിൽ എത്താൻ NDA. CPM കേന്ദ്രങ്ങളിൽ BJP വളർച്ച. പാലക്കാട് ജില്ലയിൽ 2 പഞ്ചായത്തുകളുടെ ഭരണമുറപ്പിച്ച BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കത്തിൽ പാലക്കാട് ജില്ലയിൽ CPMന് നഷ്ടമായ 5 പഞ്ചായത്തുകൾ. BJP സ്വാധീനം ഉറപ്പിച്ചതും പുത്തൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്തതും CPMന് കനത്ത തിരിച്ചടി. തൃശ്ശൂരിൽ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയറെ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മറ്റു ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടാകില്ലെന്നും ജോസഫ് ടാജറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ പരാജയപ്പെട്ട CPM സ്ഥാനാർത്ഥി BJPയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് CPMന് പ്രഹരം. വാടനാകുറിശ്ശിയിൽ കോൺഗ്രസ് പ്രവർത്തകനും INDC അംഗവുമായ 2 പേർ പാർട്ടി വിട്ട് BJPയിൽ. പാർട്ടി വിട്ടവർക്ക് സ്ഥിരീകരണമൊരുക്കി BJP. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പാർട്ടി വിട്ടവരെ INDC അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് വാണാശ്ശി മണ്ഡലം പ്രസിഡന്റ് P. രൂപേഷ്. അംഗങ്ങളെ പുറത്താക്കിയത് DCC പ്രസിഡന്റെയും INDC ജില്ലാ പ്രസിഡന്റെയും അനുമതിയോടെയെന്നും രൂപേഷ്. പറപ്പൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിലായത് പറപ്പൂർ സ്വദേശികളായ രോഹിത് എന്ന 23 വയസ്സുള്ള കുട്ടനും പോപ്പി എന്നറിയപ്പെടുന്ന 36 വയസ്സുള്ള ബിബിനും. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി ബാബുവിനെയാണ് ഞായറാഴ്ച രാവിലെ മണലി പാലത്തിന് താഴെ മരിച്ച നിലയിൽ കാണാനായത്. ദേശമംഗലം പറവട്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രാനൈറ്റ് ക്വാറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഇടുക്കി കഞ്ഞിക്കുഴി മൂത്ത വീട്ടിൽ 74 വയസ്സുള്ള ശശിമാധവൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.